വാമിക ഗുഡ് മോർണിംഗ്. ഗുഡ് എന്താണ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്? ഗുഡ് നമ്മളിന്ന് മോർണിംഗ്. അമ്പലത്തിൽ പോണ്ടേ? വേണ്ടേ? അമ്പലത്തിൽ പോണ്ടേ? മുത്തപ്പനെ കാണാൻ പോവാണോ? എല്ലാരോടും പറ ഞങ്ങളിന്ന് മാമീനെ കാണാൻ പോവാണ്. ഗുഡ് ഗേൾ. പപ്പ എവിടെ? അങ്ങനെ ദേ നമ്മുടെ വാമിക്കുട്ടിയൊക്കെ എണീച്ചിട്ടുണ്ട്. നമ്മളന്ന് ചെറിയൊരു യാത്ര പോവുക കേട്ടോ. നമുക്കൊരുപാട് നേർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കൊച്ചിന്. അപ്പോൾ ഇന്ന് നമുക്ക് മുത്തപ്പൻകാവിൽ പോയിട്ട് ചോറ് കൊടുക്കാനൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മൾ രാവിലെ തന്നെ എണീറ്റു. അച്ഛനും മോളും ദേ വെള്ളമൊക്കെ ചൂടാക്കുകയാണ് കുളിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ പുറത്തിരുന്ന് ഇങ്ങനെ അടുപ്പത്ത് ഇങ്ങനെ വെള്ളമൊക്കെ ചൂടാക്കുന്നത് കാണാൻ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. പണ്ട് കാലങ്ങളിൽ എല്ലാവരുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പം ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ദേ നമ്മുടെ വാമിക്കുട്ടിയും അച്ഛനൊക്കെ ഇരുന്ന് വെള്ളമൊക്കെ ചൂടാക്കുക കേട്ടോ. നല്ല തണുപ്പാട്ടോ ഇവിടെ. പക്ഷേ വാമിക്കുട്ടിക്ക് ഷട്ടറും പിന്നെ അങ്ങനെ തൊപ്പിയൊന്നും ഇടുന്ന തീരെ ഇഷ്ടമല്ലാത്ത കാര്യം കേട്ടോ. അപ്പോൾ ദേ അവളും അച്ഛനും കൂടി ഇങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ നിന്ന് ഇങ്ങനെ കളിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വാമിക്കുട്ടീനെ കുളിപ്പിക്കണം, എല്ലാവരും മാറ്റണം. ദേ നമുക്കങ്ങനെ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെയും മോളുടെയും കളിയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കണ്ടു നിന്ന് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇതായി വാമിക്കുട്ടീനെ പെട്ടെന്ന് കൊണ്ടുപോയി കുളിപ്പിച്ച് സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ഇനി എൻ്റെ വീട്ടിലേക്ക് നമുക്ക് പോകണം കേട്ടോ. അവിടെ നിന്ന് എൻ്റെ അച്ഛനെയും അമ്മേനെയും അങ്ങനെ കുറച്ച് എൻ്റെ ഫാമിലീനെ കൂട്ടാനുണ്ട് കേട്ടോ. അങ്ങനെ ദേ അവരെയൊക്കെ കൂട്ടി നമ്മൾ എല്ലാവരും വണ്ടി കയറി ചെറിയൊരു ട്രാവലർ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ പോയത്. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന വഴിയാട്ടോ. എൻ്റെ വീട് ഏകദേശം വയനാട്ടിൽ ചെമ്പ്രയുടെ അടുത്തായിട്ടാണ് വരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ എത്തി. രാത്രി ആയിട്ടുണ്ടായിരുന്നു എത്തുന്നത്. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ അമ്പലത്തേക്ക് പോകുമ്പോഴത്തേക്കും മാമിക്കുട്ടി കുളിച്ചൊക്കെ റെഡിയായി. ഇതെൻ്റെ അച്ഛനാട്ടോ. അവളിങ്ങനെ എടുത്തിട്ട് നമ്മളൊരു റൂം എടുത്തിട്ടാണ് നിന്നത്. അവിടെ നിന്ന് ഇവിടെ പൂവുണ്ടായിരുന്നു, അത് പറിച്ച് ഇങ്ങനെ കളിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ചോറൊക്കെ കൊടുത്തു. നമ്മൾ രാവിലെ തന്നെ പോയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ടോക്കണൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. 15ാമത്തെ ടോക്കണായിരുന്നു. അങ്ങനെ ദേ നമ്മൾ എല്ലാം കഴിഞ്ഞ് ബോട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബോട്ടിൽ കയറി. ബോട്ടിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ അമ്പലമൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ. ബോട്ടിലുള്ള യാത്രയും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിരുന്നു. മാമിക്കുട്ടിക്ക് പൊതുവേ വെള്ളം കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൾ നല്ല ആക്റ്റീവായിരുന്നു. അവൾ ഇത്രയും ദൂരെ യാത്ര പോയിട്ടും കരഞ്ഞിട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ മുത്തപ്പൻകാവ് ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങോട്ട് വരുന്നതും കാണുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ കൊച്ച് ഇനി ഒരുപാട് അമ്പലങ്ങളൊക്കെ നമ്മൾ നേർച്ചകളും കാര്യങ്ങളൊക്കെ നേർന്നിട്ടുണ്ട്. മാസം തികയാണ്ട് ജനിച്ചുകൊണ്ടും പിന്നെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഒരു കുട്ടിയാട്ടോ ഞങ്ങൾക്ക് വാമി. അങ്ങനെ ദേ ആ മുത്തപ്പൻ്റെ അടുത്ത് പോയി അവൾക്ക് ചോറൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് വന്നു. അവിടെ മാമൻ്റെ കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 2 പേർക്കും ഒരു 10 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വാമിക്കുട്ടിക്ക് കോൾ കൊടുക്കുമ്പോൾ അവൾക്കും വേണമെന്ന് പറഞ്ഞിട്ട് വരികയായിരുന്നു. അങ്ങനെ ലേശം അവൾക്കും കൊടുത്തു, ഇവൾക്കും കൊടുത്തു. 2 പേർക്കും കോളൊക്കെ കൊടുത്തു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വയനാട്ടിലോട്ട് തന്നെ പോകുന്നു കേട്ടോ. ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു എത്തുമ്പോഴത്തേക്കും. അതും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അതിനിടയിൽ നമ്മൾ ചെറിയൊരു പാർക്ക് ഉണ്ടല്ലോ അവിടെ, മറ്റേ സ്നേക്ക് പാർക്ക്, അങ്ങോട്ടൊക്കെ പോയി. അവിടുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് അടുത്ത പാർട്ടായിട്ട് ഇടാവേ. അങ്ങനെ ദേ മക്കളെ കളി കാണാൻ തന്നെ നല്ല രസമല്ലേ. അവൾക്ക് കൊടുക്കുമ്പോൾ ഇവൾ വേണമെന്ന് പറയും, അല്ലാണ്ട് കൊടുക്കുമ്പോൾ 2 പേരും കുടിക്കില്ല. പക്ഷെ ഒരാൾ കുടിക്കുന്നത് കണ്ടാൽ പിന്നെ മറ്റേ ആൾക്കും വേണം. അങ്ങനെ ഫുഡൊക്കെ